ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പച്ചപ്പട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പട്ടൊന്നും വേണ്ട. നിങ്ങൾ ചെറിയതായിട്ട് ഇപ്പോൾ ഒരു മീറ്ററോ അര മീറ്ററോ പട്ട് മേടിച്ച് നിങ്ങൾ ചെറിയതായിട്ട് കട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് നാലായിട്ട് മടക്കത്തക്ക രീതിയിൽ. ഞാനിപ്പോൾ എൻ്റെ ഇരിക്കുന്ന വലിയൊരു പച്ചപ്പട്ടാണ്, അത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരു പച്ചപ്പട്ട്, സാമ്പ്രാണി, പിന്നെ 100 രൂപ, ഇതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതെന്ന് പറയാൻ കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞ ഒരാൾ ചെയ്തു കഴിഞ്ഞ് അവർക്ക് ഒരു 60,000 രൂപയുടെ ലോട്ടറി അടിച്ചു. അപ്പോൾ അവരത് വിശദമായിട്ട് എഴുതി എൻ്റെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അത് അവരുടെ അനുഭവം എഴുതിയിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വാട്സപ്പിൽ കണ്ടപ്പം അവർ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ തന്നെ പറഞ്ഞ അവർ ചെയ്ത കാര്യം. അതിനുശേഷം അവർക്ക് ഒരു പെട്ടിവണ്ടി വാങ്ങാൻ സാധിച്ചു. പിന്നെ 3 ലക്ഷം രൂപ അവരെ ഒരാൾ കൊടുത്ത് സഹായിച്ചു. ദിവസവും പണം വരുന്നുണ്ട്. ഇതെല്ലാം ഈ പച്ചപ്പട്ടും 100 രൂപയും സാമ്പ്രാണിയും വെച്ചുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞു. ഇത് ചെയ്തതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് വിശദമായിട്ട് അത് മെസ്സേജ് എഴുതിയിട്ടിട്ടുണ്ട്, ഇതിൻ്റെ വാട്സപ്പിലുണ്ട്. അപ്പോൾ അത് അവരവസാനം എഴുതിയിട്ടൊരു കാര്യമുണ്ട്. ഞാൻ ആ മെസ്സേജ് വായിച്ചിട്ട് ശരിക്കും കരഞ്ഞുപോയി. സാറ് ഒന്നുകൂടി, ഞാനത് വീഡിയോയിൽ ഒന്നുകൂടി സാർ ഇത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യും എന്നാണ് അവരവസാനം എഴുതിയിട്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഉയർച്ച ഉണ്ടായത് അവരെന്നോട് പറഞ്ഞത് അവരുടെ ഒരു ഗുരുത്വം. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അവർക്ക് അത്രയും ഉയർച്ച ഉണ്ടായത്, ദിവസവും പണം വരുന്നുണ്ട് സാറേ എന്ന്. പിന്നെ അവർ പെട്ടിവണ്ടി വാങ്ങി, അവർക്ക് 3 ലക്ഷം രൂപ ഒരാൾ സഹായിച്ചു, 60,000 രൂപ ലോട്ടറി അടിച്ചു. ഇതെല്ലാം ഈ മഞ്ഞപ്പെട്ട് വെച്ച് ഇവരിത് ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ചകൾ തോറും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷം എനിക്ക് കിട്ടുന്നതിനെക്കാട്ടി സന്തോഷമുണ്ട് ആ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായതിൽ. അവസാനം എഴുതിയിരിക്കുന്ന വാചകം, സാറേ ഇത് വീഡിയോയിൽ ഒന്നുകൂടി എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം, ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന അവസാനം അവർ എഴുതിയിരിക്കുന്നത്. അതെൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഇത് എല്ലാവർക്കും ഗുണം ഉണ്ടാകണമെന്നുള്ളൊരു വലിയ മനസ്സാണ്. അവർക്ക് വേണേ ഞാൻ ഈ ചെയ്ത കാര്യം കൊണ്ട് അവർക്കുണ്ടായ ഉയർച്ചകൾ പറയാതിരിക്കാം. പക്ഷെ അതല്ല, അവരത് എന്നോട് പറഞ്ഞത് അവരുടെ ഒരു ഗുരുത്വം, ഒരു നന്മ. അതുകൊണ്ട് ഈശ്വരൻ അവർക്ക് നല്ലത് വരുത്തുള്ളൂ. കാരണം ഞാനാണിത് പറഞ്ഞു കൊടുത്തത്, ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം സാറേ ഒന്നുകൂടെ എന്ന് പറഞ്ഞത് അവരുടെ മനസ്സിൻ്റെ വലിയ നന്മ. ചിലപ്പോൾ ഈ ഒരു കാര്യം ചെയ്തായിരിക്കും ഒരുത്തൻ രക്ഷപ്പെടുന്നത്. പലത് ചെയ്തിട്ടും ശരിയാകാത്തത് നമുക്കിപ്പം പലർക്കും പലത് ചെയ്യുമ്പോഴാണ് രക്ഷപ്പെടുന്നത്. ചിലപ്പോൾ ഇത് ചെയ്യുമ്പോഴായിരിക്കും ഒരാൾ രക്ഷപ്പെടുന്നത്. അവർ രക്ഷപ്പെട്ടു, അവരുടെ അനുഭവമാണ് പറഞ്ഞത്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത്. ഞാൻ അവരുടെ ആ നല്ല മനസ്സിനെ അവരോട് നന്ദി പറയുന്നു. അവരെയും കുടുംബത്തെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോഴേ പിന്നെ അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് വേറൊരാളുടെ മെസ്സേജ് കണ്ടു വാട്സപ്പിൽ. MBBS ഉയർന്ന മാർക്കോടെ പാസ്സായി. മുരുകന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് വളരെ സന്തോഷം. ഞാൻ പാസ്സാകുന്നതിനെക്കാട്ടി സന്തോഷമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് പരീക്ഷയ്ക്കെല്ലാം നല്ല മാർക്കോടെ പാസ്സാകുമായിരുന്നു. BCom സ്റ്റാറ്റിസ്റ്റിക്സിന് എനിക്ക് 91 മാർക്കുണ്ടായി. അപ്പോൾ അതെല്ലാം പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അതിനെക്കാട്ടി എനിക്ക് സന്തോഷമുണ്ട്. മുരുകന് ഞാൻ പറഞ്ഞ രീതിയിൽ ത്രിമധുരം ചെയ്ത് MBBS ഉയർന്ന മാർക്കോടെ പാസ്സായി. വളരെ സന്തോഷം. അത് ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. എല്ലാം ഈശ്വരൻ്റെ മഹത്വം. പിന്നെ ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ 8-9 വർഷമായിട്ട് അവർക്ക് അവരുടെ വഴിപ്രശ്നമുണ്ട്. ആ വഴിപ്രശ്നം 9 വർഷമായിട്ട് 8-9 അത്ര വർഷമായിട്ട് വഴിപ്രശ്നമാണ്. 5 വർഷമായിട്ട് കേസിലാണ്. അങ്ങനെ ഒരു പരിഹാരം ഇല്ലാതായിരുന്നപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ അകത്ത് രാമായണത്തിനകത്ത് ഒരു പേപ്പറിൽ പ്രത്യേക രീതിയിൽ നമുക്ക് സാധിക്കേണ്ട കാര്യം എഴുതി വെക്കുന്ന ഒരു രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ അത് ചെയ്ത് ആ കാര്യത്തിന് അവർക്ക് വഴി കിട്ടി. എന്തൊരു സന്തോഷമാണെന്നറിയോ. കാരണം 9 വർഷമായിട്ടുള്ള പ്രശ്നം 5 വർഷമായിട്ട് കേസിൽ. ഇത് ചെയ്ത് 1 മാസത്തിനുള്ളിൽ ഈ രാമായണത്തിനകത്ത് ഒരു പ്രത്യേക രീതിയിലാണ് പേപ്പർ മടക്കി അത് എഴുതി
അത് രീതിയാണ്, ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യമാണ്. അത് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പം വഴി കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ വലിയ സന്തോഷം. ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയാണ്. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അത് നോക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി, അവനവൻ ചൊല്ലേണ്ട മന്ത്രങ്ങൾ, എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ശരിയാകണമെന്നില്ല. നല്ല മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ, ശരനൂൽ രഹസ്യം, ശിവരഹസ്യം, അത് ഞാൻ പറയുന്ന വേറെ ആരും പറഞ്ഞു തരത്തില്ല. കാരണം ഞാനൊരു ശിവയോഗിയാണ്. ഗുരുവിൽ നിന്ന് ക്രിയാകുണ്ടലിന് പ്രാണായാമം സ്വീകരിച്ചതാണ്. ശിവൻ ചില ശൈവ അവസ്ഥയിൽ ലയിച്ചിരിക്കുന്ന ആളാണ് ഞാൻ പലപ്പോഴും. അപ്പം അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മറ്റാർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ശൈവ രഹസ്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഒരുപാട് വർക്ക് ഇപ്പം ചെയ്യാൻ പെൻഡിങ് ഉണ്ട്. ഞാൻ ഫ്രീ ആകാറില്ല. പിന്നെ മുൻഗണനാ കമ്മിറ്റി ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാത്തതുകൊണ്ട് എല്ലാം വാട്സപ്പിലാണ്. അത് കാരണം പിന്നെ അതും മുൻഗണനാക്രമത്തിലാണ്, ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. ചിലപ്പം ധ്യാനമായിരിക്കും, ചിലപ്പം വർക്കുകൾ ഒരുപാട് ചെയ്യുകയായിരിക്കും. അങ്ങനെയുള്ള അത് കാരണമാണ് ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ എല്ലാവരും കേൾക്കാനൊന്നും സമയമില്ല. ഒരുപാട് മെസ്സേജുകൾ ഇട്ടാലും കേൾക്കത്തില്ല. ചുരുക്കി മെസ്സേജുകൾ ഇടുക, പറ്റുന്നത് കേട്ട് എനിക്ക് പറ്റുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ നോക്കാനാണെങ്കിൽ നോക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വർക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്യാല്ല, ചെയ്യാതിരിക്കുക, അല്ല നല്ല കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ. അപ്പോൾ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്, പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു തരുന്ന ഞാൻ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെ പറയാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കും മനസ്സിലാവും. കാരണം ഞാൻ അവസാനം ഈ കുറച്ച് നക്ഷത്രങ്ങളുടെ രഹസ്യം പറയുന്നുണ്ട്. അത് ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ കേൾക്കും മനസ്സിലാവും, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ കേട്ടോ, മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളൊരു പച്ചപ്പട്ട് മേടിക്കുക. പച്ചപ്പട്ട് അറിയാമല്ലോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതിപ്പം വലിയ പട്ടാണ്, ഇത്രയൊന്നും മേടിക്കണം. നിങ്ങളൊരു ചെറിയ ഇപ്പം കട ചെന്നിട്ട് ഒരു അരമുറി പട്ട് തരാൻ പറഞ്ഞാൽ കിട്ടുമോ? ഇല്ലല്ലോ. 1 മീറ്റർ മേടിക്കുക, അല്ല 1/2 മീറ്റർ മേടിക്കുക. അത് നിങ്ങൾ 4ആയിട്ട് ചെറുതായിട്ട് മടക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് 4ആയിട്ട് മടക്കുക ഉണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഈ 100 രൂപ ഈ പട്ടിൻ്റെ മടക്കിനുള്ളിൽ വെക്കണം. കണ്ടല്ലോ, മടക്കിനുള്ളിൽ നമ്മൾ മടക്കിയ ആ മടക്കിനുള്ളിൽ വേണം വെക്കാൻ. അതായത് ഇതിപ്പം വലിയ പട്ടായതുകൊണ്ട് ഇതുണ്ട്, ഇതിങ്ങനെ ഉണ്ട്. നമ്മൾ 4ആയിട്ട് മടക്കുമല്ലോ. അപ്പോൾ ഈ മടക്കിനുള്ളിൽ ഈ 100 രൂപ ഇങ്ങനെ നിവർത്തി വെക്കണം. കണ്ടല്ലോ. എന്നിട്ട് ഉണ്ടോ ഈ മടക്കി. അപ്പം ഞാൻ ഈ മടക്കിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്, നിവർത്തി. വലുതായതുകൊണ്ട് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിക്കണ്ടല്ലോ. ഈ മടക്കിനുള്ളിൽ വെച്ചിട്ട് മടക്കി ഇങ്ങനെ വെക്കണം. കണ്ടല്ലോ. എന്നിട്ട് നിങ്ങളിത് മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു ഇതുണ്ട്, സാമ്പ്രാണി എടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഒരു സാമ്പ്രാണി, ഒറ്റ സാമ്പ്രാണി എടുക്കുക. കണ്ടല്ലോ. സാമ്പ്രാണി എടുത്തിട്ട് കത്തിച്ചിട്ട് അത് അതിൻ്റെ തീ കെടുത്തിട്ട് സാമ്പ്രാണിയുടെ ആ പുക ഈ മന്ത്രം ചൊല്ലണം. അത് ഞാൻ വീഡിയോയുടെ താഴെ ഒന്ന് എഴുതിയിട്ടേക്കാം കേട്ടോ. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. എന്നിട്ട് നിങ്ങളുടെ മുഖത്തിന് വലത്തോട്ട് ഒഴിയണം 3 തവണ. ഇത് ജപിച്ചിട്ട്, അല്ലെ ഇത് ജപിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്തിന് വലത്തോട്ട് ഒഴിയണം 3 തവണ. അതതിൻ്റെ രഹസ്യം. ശ്രദ്ധിച്ചു കേൾക്കണം. കർപ്പൂരം കത്തിച്ച് നമ്മൾ അതിൻ്റെ തീ കെടുത്തിയിട്ട് നമുക്കതിൻ്റെ പുക മതിയല്ലോ. എന്നിട്ട് ഈ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ നിങ്ങളുടെ വലത്തു ചെവിയുടെ അവിടെ നിന്ന് നിങ്ങളുടെ തലയ്ക്ക് വലത്തോട്ട് ഒഴിയണം. നിങ്ങൾക്ക് വലത്തോട്ട് ഒഴിയണം. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ
അല്ലെ നിങ്ങളുടെ ഇങ്ങനെ മുഖത്തിന് ഒഴിഞ്ഞാലും മതി, അതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഈ തീ മുഖത്തിൽ കൊള്ളരുത്. ഒന്നുകിൽ ഇങ്ങനെ ഒഴിയുക, ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി അകത്തി പിടിച്ചിട്ട് ഇങ്ങനെ മുഖത്തിന് ഒഴിഞ്ഞാലും മതി. അടുത്ത് വെച്ച് ഒഴിയരുത്, അകത്തി പിടിക്കണം കേട്ടോ. അത് ശ്രദ്ധിച്ച് ചെയ്യുക. എങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. ഈ രണ്ട് രീതി ഏത് രീതി ചെയ്താലും കുഴപ്പമില്ല. വലത്തോട്ട് ഒഴിയണം. ഞാനിപ്പം വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ഇടത്തായിട്ട് തോന്നും, അത് ഈ ക്യാമറയിൽ വരുന്നതുകൊണ്ടാണ്. ഞാൻ ശരിക്കും ചെയ്യുന്ന വലത്തോട്ടാണ്. അപ്പോൾ നിങ്ങളും വലത്തോട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. വലത്ത് ഭാഗത്തേക്കേ ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ ഇത് എൻ്റെ വലത്ത് തന്നെയാണ്, പക്ഷേ വീഡിയോയിൽ ഈ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇടത്തായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വലത്തായിട്ട് തന്നെ ചെയ്യണം. ഞാനിവിടെ ചെയ്യുന്നതും വലത്തായിട്ട് തന്നെയാണ്, ക്യാമറയിൽ കാണുമ്പോൾ ഇടത്തായിട്ട് തോന്നുന്നതാണ്. അപ്പം നിങ്ങളുടെ മുഖത്തിന് ഇങ്ങനെ ഇപ്പം അകത്തി പിടിച്ച് വേണം കേട്ടോ, ഇങ്ങനെ മൂന്നൊഴിയുക. അല്ലെങ്കിൽ ഇച്ചിരി മുഖത്തിനോട് ഇച്ചിരി മുന്നോട്ട് മാറ്റി പിടിച്ചിട്ട് വലത്തോട്ട് മൂന്നൊഴിയുക. ഉണ്ടല്ലോ, എന്നുവെച്ചാൽ മുഖത്ത് കൊള്ളരുത്, അല്ലെ തലയെ കൊള്ളരുത്, മാറ്റി പിടിച്ചോണം. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒഴിയണം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇത് ചെയ്തിട്ട് ഈ പട്ടിനകത്ത് നമ്മൾ ഇടയ്ക്ക് പണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പട്ടിൻ്റെ മുകളിലല്ല പണം വെക്കേണ്ടത്, പട്ടിനകത്താണ് പണം വെക്കേണ്ടത്, 100 രൂപ. എന്നിട്ട് ഇത് ഇച്ചിരി അകത്തി പിടിച്ച് ഇതിന് വലത്തോട്ട് ഒഴിയണം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഈ പട്ടിനും ഇങ്ങനെ ഒഴിയുക. അകത്തി പിടിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ. മുഖത്ത് ഒഴിയുമ്പോഴാണെങ്കിലും പരമാവധി അകത്തി പിടിച്ച് ചെയ്യുക. ഇനി തലയ്ക്ക് ഒഴിയുകയാണെങ്കിലും പരമാവധി അകത്തി പിടിച്ച് ചെയ്യുക. നമുക്കിതിൻ്റെ ഈ തീയൊന്നും മുട്ടാതെ ഒക്കെ അകത്തി പിടിച്ചോണം കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അകത്തി പിടിച്ച് ചെയ്യണം. കാരണം നമ്മുടെ മുഖത്ത് ഇത് മുട്ടുവോ തീ തെറിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ പറ്റുന്നവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പം ഇതിങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി അകത്തി പിടിച്ച് തലയ്ക്ക് ഒഴിഞ്ഞാലും മതി. അല്ലെങ്കിൽ ഇച്ചിരി അകത്തി പിടിച്ച് മുഖത്തിന് വലത്തോട്ട് 3 ഒഴി. ഇങ്ങനെ ഇച്ചിരി അകത്തി പിടിച്ചിട്ട് മുഖത്തിന് തന്നെ ഇങ്ങനെ ഒഴിഞ്ഞാലും മതി. അതാ കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2 രീതി ചെയ്താലും, ഈ 2 രീതിയിലും ചെയ്യേണ്ട, ഒരു രീതി ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഇനി സംശയത്തിൻ്റെ കാര്യമില്ല, ഇങ്ങനെ ചെയ്താലും മതി. ഇച്ചിരി അകത്തി പിടിച്ച് നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ച് ഇങ്ങനെ വലത്തോട്ട് 3 ഒഴിഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്തവർക്ക് ബലം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ മതി. ഇനി സംശയമൊന്നും വേണ്ട. 2 രീതി ചെയ്യേണ്ട, ഈ ഒരു രീതി ചെയ്താൽ മതി. അല്ലെ പിന്നെ മുഴുവൻ സംശയമായിരിക്കും കേട്ടോ. ഈ ഒരു രീതി ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തവർക്ക് അത് ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യം മുഖത്തിന് ഇതുപോലെ അകത്തി പിടിച്ച് വലത്തോട്ട് 3 ഒഴിയുക. കർപ്പൂരം കത്തിച്ച് കർപ്പൂരമല്ല, സാമ്പ്രാണി കത്തിച്ച് അത് കെടുത്തിയിട്ട് അതിൻ്റെ പുക മുഖത്തിൻ്റെ അവിടെ നിന്ന് അകത്തി പിടിച്ച് ഇങ്ങനെ വലത്തോട്ട് 3 ഒഴിയുക. നിങ്ങളുടെ വലത്തോട്ടായിരിക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടത്തൊക്കെ ആയി തോന്നും. അത് വീഡിയോയിൽ ക്യാമറയിൽ കാണുന്ന അങ്ങനെ തോന്നുന്നതാണ്. നിങ്ങൾ വലത്തോട്ട് തന്നെ ഒഴിയണം കേട്ടോ. മുഖത്തിൻ്റെ അടുത്ത് പിടിച്ച് ഒഴിയരുത്. നന്നായിട്ട് കുറച്ച് അകത്തി പിടിച്ച്, ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് അകത്തി പിടിച്ച് ഇങ്ങനെ ഒഴിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഈ പട്ടിൻ്റെ ഇടയ്ക്ക് 100 രൂപ വെച്ചിട്ട് നിവർത്തി വെച്ചിട്ട് പട്ടിനും ഒഴിയുക. കാണിച്ചല്ലോ വലത്തോട്ട്. അപ്പോൾ ഇത് ഒഴിയുമ്പോഴൊക്കെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഈ മന്ത്രം 3 തവണ ജപിക്കണം. മുഖത്തിന് നമ്മൾ അകത്തി പിടിച്ച് ഒഴിയുമ്പോഴും 3 തവണ ജപിക്കുക. ഈ പട്ടിനെ മുട്ടിക്കത് ഇച്ചിരി അകത്തി പിടിച്ച് വേണം ഒഴിയാൻ. അപ്പോഴും 3 തവണ ജപിക്കുക മന്ത്രം മതി. വാഗൊണ്ടാണ് ജപിക്കുന്നത്, മനസ്സിലല്ല. ക്ലിയർ ആയല്ലോ? ഇത് വെള്ളിയാഴ്ച ചെയ്യുക. വെള്ളിയാഴ്ച ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഈ പട്ട് നിങ്ങളുടെ ഒരു ഡ്രോയ്ക്കകത്ത് സൂക്ഷിക്കുക. അത് പൂട്ടി സൂക്ഷിക്കണം. അത് എപ്പോഴും തുറന്ന് നോക്കരുത്. വെള്ളിയാഴ്ച എടുത്ത് ഇത് ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇത് ചെയ്ത ആൾക്കാണ് 60,000 രൂപ ലോട്ടറി അടിച്ചത്. 3 ലക്ഷം രൂപ ഒരാൾ സഹായിച്ചു, കടം കൊടുത്ത്. പിന്നെ ഒരു പെട്ടിവണ്ടി വാങ്ങി. ദിവസവും ധനം ഇപ്പോഴും യഥേഷ്ടം വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. എൻ്റെ വാട്സപ്പിൽ അവർ എഴുതിയിട്ടിരിക്കുകയാണ് അവരുടെ അനുഭവം. അത് എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. പിന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്ത ഒരാൾ, അവർക്ക് ഒരുപാട് സാമ്പത്തികം വന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടാ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം തന്നെ ചെയ്തു. അപ്പോൾ ഇതിപ്പം അവരിന്ന് വാട്സപ്പിൽ കണ്ടിട്ട് സാറേ ഒന്നുകൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് കുറച്ചുകൂടി അത് വിശദമായിട്ട് ഇത് ചെയ്തു. എല്ലാവരും കൂടുതലും സാമ്പത്തികമായ ഒരു കാര്യങ്ങളാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത്. ലോൺ വീട്ടണം, അല്ലെങ്കിൽ കടം കയറി ഒരു പരുവായി, കടം മുഴുവൻ മെസ്സേജ് കിടക്കുന്നത്. അത് എത്രയോ ആയിരക്കണക്കിന് മെസ്സേജുകളാണ്. കടം, എനിക്ക് കടമാണ്. നിങ്ങളിപ്പോൾ എനിക്കൊരാൾക്ക് ചെയ്യുമ്പോൾ ഞാൻ എത്രയോ ആളുകളുടെ മെസ്സേജുകളായി കാണുന്നത്. ഇതാണ് കൂടുതൽ വരുന്നത്. ഞാൻ അതുകൊണ്ട് കൂടി ഇത് പറഞ്ഞതെന്ന്. അവർക്കൊക്കെ പ്രയോജനം ചെയ്യും. ഇതൊക്കെ സാധാരണക്കാർ ചെയ്ത് അവരുടെ ജീവിതം മാറിയതാണ്.
സാധാരണക്കാർ ചെയ്ത്. ഇത് ഞാൻ നേരത്തെ ഞാൻ പണ്ട് വീഡിയോ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ ഈ കാര്യം അവരൊരു അന്യമതസ്ഥയാണ്, എന്നിട്ട് പോലും ഇത് ചെയ്തു. അവർ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ള വ്യക്തിയാണ്. എന്നിട്ട് പോലും ഞാനീ പറഞ്ഞ ചെയ്ത് അവർക്ക് ഒരുപാട് സാമ്പത്തിക വർധന ഉണ്ടായി. ഒരു ദിവസം എന്നെ വഴി വെച്ച് തടഞ്ഞു നിർത്തി ഒരുപാട് സന്തോഷത്തിൽ നന്ദി പറഞ്ഞ് അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ അതുപോലെ സാമ്പത്തികം അവർക്ക് വന്നു. അവരിപ്പോൾ അമേരിക്കയിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതൊരനുഭവം ഞാനന്ന് പണ്ട് വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത് ഇന്ന് ഞാൻ കണ്ട മെസ്സേജാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഗുണം ചെയ്യട്ടെ. ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്താൽ ഫലമുണ്ടാകും. ഇതൊരു നല്ല കാര്യമാണ്. മനസ്സിലായില്ലേ? ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ മഹാലക്ഷ്മിയുടെ ധനം തരുന്ന രഹസ്യ മന്ത്രമാണ് കേട്ടോ. ഇത് നല്ല പ്രാർത്ഥനയാണ്, നല്ല കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം. നിങ്ങളിപ്പോൾ സിംഗപ്പൂരാണ് ഇരിക്കുന്നത്, സിംഗപ്പൂരിൽ ഇത് ചെയ്യാം. ജപ്പാനിൽ ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ, നാനാഭാഗത്തുള്ള ലോക പല രാജ്യങ്ങളിൽ ഉള്ളവരുണ്ട്, മലയാളികൾ വീഡിയോ കാണുന്നവരുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ. അപ്പോൾ അവിടെ ഇരുന്നോട്ട് ചെയ്യാം, അവർക്കും ഒക്കെ ചെയ്യാം, നമ്മുടെ നാട്ടിലുള്ളവർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ കടന്ന് പറഞ്ഞു നടന്നുകൊണ്ടല്ല. ചില മാർഗങ്ങളുണ്ട്, ചില രീതികളുണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്. അത് ചിലപ്പം ഫലം കാണും. എല്ലാ പ്രാർത്ഥനകളും എല്ലാ രീതികളും ഫലം കാണണമെന്നില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ അനുഭവമുണ്ട്. എത്രയോ ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ്, എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളാണ്. ആ വ്യക്തി പറയുന്നത് ഇന്നും യഥേഷ്ടം സാറേ ദിവസവും പണം വരുന്നു എന്ന് പറയുമ്പം ഒരു വ്യക്തി അങ്ങനെ പറയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല രീതി പണം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞു സാറേ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം സാർ ഒന്നുകൂടി, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. അവരുടെ നല്ല മനസ്സിന് നന്ദി, ഈശ്വരന് നന്ദി, ഈശ്വരന് മഹത്വം. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശ്വരൻ കടന്നു വരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കടബാധ്യതകൾ മാറട്ടെ. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് വലിയ രീതിയിലുള്ള കടബാധ്യതകൾ വരെ മാറിയവരുണ്ട്. പണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. അവരൊക്കെ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ വന്നിട്ടങ്ങ് കരയുകയാണ്, എൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് കരയുവാണ്. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വലിയൊരു തുകയായിരുന്നു, തുണിക്കട നടത്തിയതാണ്. കടമായിട്ട് ലാസ്റ്റ് ഒരു നിവൃത്തിയില്ല കടം വിടാൻ. അങ്ങനെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരു ശിവമന്ത്രം ഇന്നും ഞാനത് ഓർക്കുന്നു. ശിം നമശിവായ എന്ന മന്ത്രം ഇത് ചൊല്ലി അവരുടെ വലിയ കടബാധ്യത മാറാൻ അവർക്ക് ചില കാര്യങ്ങൾ ഈശ്വരൻ കൊടുത്തു. അതെല്ലാം വീടി ആ ഒരു സന്തോഷം പറയുകയല്ല, അവർ കരഞ്ഞു തീർക്കുകയാണ്. സന്തോഷം കൊണ്ട് കരഞ്ഞു തീർക്കുക. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുമ്പോഴാണ് സാറേ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുപോലെ അനുഭവമാണ്. ശിം നമ ശിവായ എന്ന മന്ത്രം അവർ ഈ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിച്ചു. അത് മാത്രം, അത് അഗസ്ത്യരുടെ താളിയോല രഹസ്യ മന്ത്രമാണ്. അത് സാധാരണ അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അങ്ങനെ ആർക്കും വേറെ ആരും പറഞ്ഞു തരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എത്ര ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ഒരു കോടി ലോട്ടറി അടിച്ച ഒരു കുടുംബത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അവർ കുടുംബക്ഷേത്രത്തിൽ പോയി ചില കാര്യങ്ങൾ ചെയ്തു. അവരുടെ കുടുംബത്തിൽ അതിൻ്റെ അനുഭവം ഉണ്ടായി. കുടുംബദേവതയ്ക്ക് ചെയ്യുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും അതിൻ്റെ അനുഭവം ഉണ്ടാകും. അവരുടെ സഹോദരനായിരുന്നു 1 കോടി അടിച്ചെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ 1 രൂപ നാണയം കൃഷ്ണന് ഞാൻ പറഞ്ഞ രീതിയിലിട്ട ആൾക്ക് ഒരു പ്രാവശ്യം 10 ലക്ഷം രൂപ കിട്ടിയത്, ലോട്ടറി അടിച്ചത്. പിന്നെ സാധാരണ നിലയിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങി, 2 കണ്ടെയ്നർ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങി എത്രയോ തൊഴിൽ ചെയ്ത് രക്ഷപ്പെട്ടവർ. എല്ലാം ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ ദുഃഖങ്ങളാണ് ഞാൻ ഈ വാട്സപ്പിനകത്തൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന എന്നോട് ഒരാളോടായിരിക്കും. ഞാൻ ആയിരക്കണക്കിന് ആളുകളുടെ കാര്യം വാട്സപ്പിൽ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ദുഃഖങ്ങൾ, എത്രയോ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഇത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ദിവസവും. അപ്പോൾ അപ്പോൾ ഒരു കാര്യം വിചാരിച്ചു, എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. നിങ്ങളൊന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നിൽ വഴിയുണ്ട്. നിങ്ങളൊന്നിനും വിഷമിക്കുന്ന കാര്യമില്ല. നിങ്ങളുടെ മുന്നിൽ വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. വഴി ഭദ്രകാളിയാണ്. ഭദ്രകാളി വിചാരിച്ചാൽ ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു രഹസ്യമാണ്. ഭദ്രകാളി വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം അമ്മേ. നിങ്ങൾ രാവിലെ ഒരു 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് കുളിച്ച് ഈറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാ കൊണ്ട് വിളിച്ചു ചൊല്ലി, എന്ന് വെച്ചാൽ വാ കൊണ്ട് നിങ്ങൾ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കണം, മനസ്സിലല്ല.
ആ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് ചേർത്ത് വിളിക്കണം. ഇപ്പം എൻ്റെ അടുത്ത് പുത്തങ്കാവിലമ്മയാണെങ്കിൽ പുത്തങ്കാവിലമ്മയെന്ന് വിളിക്കണം. ആ ഭദ്രകാളി ക്ഷേത്രം ഏത് പേരിലാണോ ഇപ്പം ചെങ്ങന്നൂരമ്മയാണ് ചെങ്ങന്നൂരമ്മ എന്ന് വിളിക്കണം. ചെങ്ങന്നൂർ ചേർത്താണ് വിളിക്കുന്നത്. ആ സ്ഥലപ്പേര് ചേർത്ത് ആ അമ്മയെ വിളിക്കണം. നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ആ പേര് വിളിച്ചു ചൊല്ലി നിങ്ങൾ പറയണം, നിങ്ങളുടെ സങ്കടം പറയുക, എന്നിട്ട് നിവൃത്തിയാക്കി തരണം, അല്ലെ രക്ഷപ്പെടുത്തണമെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ അമ്മയെ വിശ്വസിക്കണം. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അമ്മയെ വിശ്വസിക്കുക. നിങ്ങൾക്ക് സംശയം വന്നാൽ പോയി നിങ്ങൾ അമ്മയെ വിശ്വസിക്കാം. ഭദ്രകാളിക്ക് എന്തും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. എന്തും അവിടെ ഒരു 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 തടസ്സമില്ല, അവിടെ അസാധ്യ കാര്യമില്ല. ഭദ്രകാളിക്ക് എന്തും മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അമ്മയെ വിളിച്ച് വിശ്വാസത്തോടെ, നിങ്ങളുടെ ഉറച്ച വിശ്വാസം അവിടെ വേണം. ആ വിശ്വാസത്തോടെ വിളിച്ച് ശേഷം തല തോർത്തുക. നിങ്ങളുടെ കാര്യം വാഗോണ്ട് വിളിച്ചു ചൊല്ലി തല തോർത്തി കഴിഞ്ഞ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ പോയി. ചിന്തിച്ചാൽ നമുക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടെ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ നേർന്നു, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. ദിവസം രാവിലെ ചെയ്തു. നിങ്ങളുടെ ഏത് കാര്യം അമ്മ സാധിച്ചു തരും. നിങ്ങളുടെ വീട്ടിൽ കലഹമുണ്ട്, അല്ലെ നിങ്ങളുടെ മക്കൾ പ്രശ്നമാണ്, നിങ്ങളുടെ അല്ലെ ഭർത്താവിന് പല വിഷയങ്ങളുണ്ട്, അല്ലെ ജോലി പ്രശ്നങ്ങളുണ്ട്, എന്തും അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് തടസ്സങ്ങളും എന്ത് പ്രശ്നങ്ങളും എന്ത് കേസും വഴക്കും എന്തും അമ്മ വിചാരിച്ചാൽ മാറ്റിത്തരാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച അമ്മയെ കാണാൻ ക്ഷേത്രത്തിൽ കൂടെ പോകണം. ക്ഷേത്രത്തിൽ കൂടെ പോയി നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട്, ഒരു 10-20 രൂപയുടെ എള്ളെണ്ണയാണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാല ചാർത്താമെങ്കിൽ മാല, അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി സമർപ്പിക്കാമെങ്കിൽ പുഷ്പാഞ്ജലി. നിങ്ങൾ എത്ര രൂപയുടെ സമർപ്പിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സ് അമ്മയെ ചെല്ലുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സമർപ്പിക്കുന്ന ആ കാര്യത്തിൻ്റെ കൂടെ, വഴിപാടിൻ്റെ കൂടെ നിങ്ങളുടെ മനസ്സും വിശ്വാസവും ഭക്തി അമ്മയെ ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യസാധ്യം ഉണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യുക. പിന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ഫലം തരുന്ന കാര്യങ്ങൾ കടുംബായുസം, ചെമ്പരത്തിമാല, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, രക്തപുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അഷ്ടോത്തരാർച്ചന, ഇതൊക്കെ പെട്ടെന്ന് ഫലം തരും. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെയ്താൽ മതി. 20 രൂപയുടെ ഒരു എള്ളെണ്ണയാണെങ്കിലും മതി. 10 രൂപയുടെ എള്ളെണ്ണ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയോ, ഞാൻ ഈ 10 രൂപയുടെ എള്ളെണ്ണ വർഷങ്ങളായി പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ എള്ളെണ്ണയ്ക്ക് 20 രൂപയായി. അപ്പോൾ ഒരാൾ വാട്സപ്പ് മെസ്സേജ്, സാറേ ഇനി 10 രൂപ എന്ന് പറയരുത്, 20 രൂപ എന്ന്. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണല്ലോ, അപ്പോൾ 10 രൂപ മാറ്റി ഇപ്പോൾ 20 രൂപ എന്നാണ് പറയാം. ഇപ്പോൾ 20 രൂപയുടെ എള്ളെണ്ണ കേട്ടോ. ഇത് നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുക. എന്നിട്ട് കുളമുണ്ടെങ്കിൽ അവിടെ മലര് കൊണ്ട് മീനിട്ട് നടത്തണം, മീനിട്ട് കൊടുക്കണം. പെട്ടെന്ന് ജീവിതം മാറും. ഇനി കുളമില്ലേ അത് ചെയ്യേണ്ട, ബാക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരും. കാരണം ഭദ്രകാളിയമ്മയ്ക്ക് അത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. രാവിലെ പോയി ചെയ്യണം, 6-6:30 ഇടയ്ക്ക്. നിങ്ങളുടെ മനസ്സ് വിശ്വാസം ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ ചിലപ്പം അതിൻ്റെ ഫലം വരാൻ തടസ്സമുണ്ടാകും. അത് നിങ്ങളുടെ കയ്യിലായിരിക്കും, നിങ്ങളുടെ കയ്യിലതിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുക കേട്ടോ. പിന്നെ ഈ പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി കുട്ടികൾക്ക് മുരുകനെ ത്രിമധുരം സമർപ്പിച്ചാൽ മതി. ചൊവ്വാഴ്ച പരീക്ഷ പാസ്സാകും, മിടുക്കന്മാരാകും. PSC റാങ്ക് ലിസ്റ്റ് വന്ന ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ കുട്ടി പരീക്ഷ എഴുതി ലാസ്റ്റ് ജീവിതമേ മടുത്ത അവസ്ഥയിലാണ്. എൻ്റെ ആ വീഡിയോ കണ്ടു. മുരുകനെ ത്രിമധുരം ചൊവ്വാഴ്ചകളെ ആവർത്തിച്ചു. ഒരു ചൊവ്വാഴ്ച ചെയ്തിട്ട് കാര്യമില്ല, ആവർത്തിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന് ജോലിയായി. ഇപ്പം ജോലി ഇരിക്കുക. അങ്ങനെ എത്ര ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോൾ MBBS നല്ല ഉയർന്ന മാർക്കോടെ പാസ്സായവരും മുരുകനെ ത്രിമധുരമാണ് ചെയ്തത്. എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട്, വീഡിയോയിലാണോ ഞാൻ വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തതാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ഞാൻ അത് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ചിലപ്പോൾ വാട്സപ്പിൽ പറഞ്ഞതാകും, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് പറയാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് അവർ ചെയ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല മാർക്കോടെ MBBS പാസ്സായി. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പരീക്ഷ CA മുരുകന് ത്രിമധുരം സമർപ്പിക്കുക. പിന്നെ ശനിയാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ സാധാരണ ഒരു അർച്ചനയ്ക്ക് രസീത് എടുത്ത് 2 കദളിപ്പഴവും കൂടെ പഴുത്തതായിരിക്കണം, അതേ വെച്ച് ശനിയാഴ്ചകൾ സമർപ്പിക്കുക. ചാർട്ടേഡ് CA പരീക്ഷ പാസ്സായി. അതായത് ലണ്ടനിൽ പോയി അവിടുത്തെ രീതിയിലുള്ള പരീക്ഷയുണ്ടല്ലോ, ഇവിടുത്തെ ഇന്ത്യയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പോലെ തന്നെ ലണ്ടനിലും ഉണ്ടല്ലോ. അത് 1 പേപ്പറോ 2 പേപ്പറോ കൊണ്ട് കിട്ടാനുണ്ടായിട്ട് ജീവിതം മടുത്ത അവസ്ഥയിലായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് ശിവന് ചെയ്യിച്ച് അദ്ദേഹത്തിന് ആ പേപ്പർ കിട്ടി. അദ്ദേഹം അവരൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും, എനിക്കറിയത്തില്ല. ചിലപ്പം കാണുന്നുണ്ടായിരിക്കും. അദ്ദേഹം പാസ്സായി കഴിഞ്ഞ് ഞാൻ പോലും അറിയാതെ എനിക്കൊരു ദക്ഷിണ അദ്ദേഹം ഇട്ട് തരുകയും ചെയ്തു. ഭഗവാന്റെ മുന്നേ വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലായത്. അതായത് ഇംഗ്ലണ്ടിൽ ഇപ്പോഴും CAയിൽ അദ്ദേഹം ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇംഗ്ലണ്ടിൽ
ഇന്ത്യയിലെ പാസ്സായതായിരുന്നു. അവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഏതോ പഠനം ഉണ്ടായിരുന്നു. അത് പേപ്പർ കിട്ടാനാണ് പുള്ളിക്ക് തടസ്സമുണ്ടായത്. പുള്ളി ഇന്ന് ജോലി ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യുക, ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത് ചെയ്ത കാര്യം. അപ്പം അതിലെല്ലാം ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്യുക. എല്ലാം നിങ്ങൾ ചെയ്യണമെന്നല്ല, അവനവന് വേണ്ടത് അവനവൻ ചെയ്യുക. അത് സാധിക്കുന്നവരെ ആവർത്തിച്ച് ചെയ്യുക, ശരിയായിട്ട് ചെയ്യുക. അപ്പം ബലം ഉണ്ടാകും. അങ്ങനെ ചെയ്തില്ലേ ബലം ഉണ്ടാകത്തില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. കടബാധ്യതയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. കാരണം ഈ വാട്സപ്പിൽ മെസ്സേജ് മുഴുവൻ കടം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയിരക്കണക്കിന് മെസ്സേജ് ആകുന്നു. എല്ലാം സാമ്പത്തിക കടങ്ങളാണ്. അപ്പോൾ അതും വലിയ തുകകൾ കടമുള്ളവർക്ക്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ തിരിച്ചു വന്നവരുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക, 6-നും 6:30 ഇടയ്ക്ക് പോവുക. അമ്മയ്ക്ക് കടുംപായസം, ഒരു ചെമ്പരത്തിമാല, കടുംപായസത്തെ ചെമ്പരത്തിമാല വെച്ച് സാമ്പത്തികം തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയെ ഉറച്ച് വിശ്വസിച്ച് നടയിൽ വെക്കുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. കുളത്തിൽ മലയിൽ കൊണ്ട് മീനോട്ട് നടത്തുക, വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. ഒരുപാട് അനുഭവമുണ്ട്. സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് വ്യക്തികൾ. പിന്നെ അതുപോലെ തന്നെ ഞാനിനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഏതൊരു വ്യക്തിയും രക്ഷപ്പെടാൻ അവസാനം പറഞ്ഞുതരാം. നാളിൻ്റെ ചില രഹസ്യം പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ വീട്ടിലെ കലഹങ്ങൾ മാറാൻ വെള്ളിയാഴ്ച ആരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരുടെ പേര് ജലധാര മൃത്യുഞ്ജയാർച്ചന. വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക. ആരൊക്കെയാണോ ഐക്യമാകേണ്ടത് അവരുടെ എല്ലാം പേര് ഐക്യമത്യാർച്ചന ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകളിൽ വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ വീട്ടിൽ ഐക്യം ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ കാര്യമാണ്. കാരണം നമ്മൾ പറയുന്ന ശിവൻ്റെ വിദ്യ എന്ന് പറഞ്ഞാൽ അത് വിദ്യയാണ്. കാരണം ഞാൻ ഓരോ ശാസ്ത്രത്തിലും ശിവനെ ഉപാസിക്കുന്ന ആളാണ്. അത് സാധാരണ രീതിയിലുള്ള പരിപാടികളൊന്നുമല്ല. ആ ഓരോ ശാസ്ത്രത്തിലും ഭഗവാന്റെ നാമമാണ് ജപിക്കുന്നത്. ഭഗവാനാണ്, ആ ഭഗവാന്റെ വിദ്യയാണ്. ഞാനൊരിക്കൽ നിങ്ങൾക്ക് മഹാസിദ്ധനായ അല്ലാമ പ്രഭുവിൻ്റെ ഒരു വിദ്യ പറഞ്ഞു തന്നായിരുന്നു. മലയാളികൾക്ക് അല്ലാമ പ്രഭുവിനെ എത്ര അറിയാമോ എന്നെനിക്കറിയില്ല, പക്ഷേ കർണാടകയിലുള്ളവർക്കൊക്കെ അറിയാം. അല്ലാമ പ്രഭു ആരും പറഞ്ഞായിരുന്നില്ല ആ വിദ്യ, അല്ലാമ പ്രഭുവിൻ്റെ വിദ്യ. അപ്പം അങ്ങനെ ആ ശിവവിദ്യകൾ ഞാൻ പറഞ്ഞു വന്ന് ഇനി ഇതുപോലെ ഒരാൾ ഭൂമിയിലോട്ട് ഇനിയും വരത്തില്ല. ഈ ശൈവരഹസ്യങ്ങൾ പറയുന്ന ശൈവ സിദ്ധ പരമ്പരയുടെ ഭാഗമായ ഒരാൾ. അതുകൊണ്ട് ആവശ്യമുള്ളവർ ഇത് എഴുതി വെച്ചോണം. ഇപ്പം ഞാൻ ഈ പച്ചപ്പട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ അവസാനം അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് 5 ബുക്ക് കഴിഞ്ഞു ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ പലതും എഴുതി വെച്ച്. എന്നിട്ട് അവരൊരു കാര്യം കൂടെ മക്കളോട് പറഞ്ഞു, ഈ ബുക്കുകളെല്ലാം സൂക്ഷിച്ചോണം. അവരുടെ കാലം കഴിഞ്ഞാലും ആ കുടുംബത്തിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ബുക്കുകളിൽ പരിഹാരം ഉണ്ടായിരിക്കും. അത് വായിച്ചപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്. അത് നിങ്ങളെല്ലാം ചെയ്യണം. നിങ്ങൾ ആരോടും ചോദിക്കേണ്ട കാര്യമല്ല. ഞാനീ പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ബുക്കുകളാക്കി എഴുതി വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നത്തിനും ആ ബുക്കുകളിൽ പരിഹാരമുണ്ട്. നിങ്ങൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന, നല്ല ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ മാത്രമാണ്. ഏതിനും അതിൻ്റെ അത് പരിഹാരമുണ്ട്. എൻ്റെ 10,000-ന് മേൽ വീഡിയോയിൽ. പക്ഷേ നാളെ ഒരിക്കലും ഈ വീഡിയോ ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാം. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ എത്ര നാൾ ഈ വീഡിയോകൾ ഇടുമെന്നും എനിക്കും അറിയത്തില്ല. കാരണം നമ്മുടെ കർമ്മങ്ങൾ കഴിയുമ്പോൾ നമ്മളും പോകും. നമ്മൾ ആ ശിവനിൽ നിന്ന് വന്ന് ശിവനിലേക്ക് തന്നെ ഞാൻ മടങ്ങും. എൻ്റെ കർമ്മം ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യുന്നു. നമ്മൾ ഈ ഒരുപാട് പ്രസംഗിക്കുന്നു എന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഈ ശാസ്ത്രത്തെ മുഴുവൻ ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുക. അത് സത്യസന്ധമാണ്. എനിക്ക് വേറൊരു ചിന്തയില്ല, വേറൊന്നും എനിക്ക് ചിന്തിക്കാനുമില്ല. എപ്പോഴും ഇത് തന്നെയാണ്. ഭഗവാനെ നനച്ചുകൊണ്ടാണ് എപ്പോഴും ഓരോ ശാസ്ത്രത്തിലും ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് നിങ്ങളും നാമം ജപിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെ ജോലിക്കടയിലോ ഒന്നും ജപിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും എപ്പോഴും ആ ഭഗവാനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാനെ ധ്യാനിക്കുന്നുള്ളത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. അപ്പം ഞാനാണേലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുക. ഇനി ഒരു നക്ഷത്ര രഹസ്യങ്ങളാണ് പറയുന്നത്. ഇതാരും പറഞ്ഞിരുന്നില്ല കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അറിയാം ഞാൻ പറയുന്നത് എത്രത്തോളം കറക്റ്റാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ അച്ചട്ടായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ഒരു വീട്ടിൽ 2 വിശാഖം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വീട്ടിൽ തന്നെ 2 വിശാഖം.
ഒരു പൂയവും ചതയും ഒരു വീട്ടിൽ തന്നെ, 2 പൂരം, പിന്നെ ഒരു വീട്ടിൽ തന്നെ മൂലവും പൂരവും. ഇങ്ങനെ വന്നാൽ ആ വീട്ടിൽ കുടുംബപരമായിട്ട് ചില ഒരു കാര്യങ്ങൾ, ഒരു ഈശ്വരാധീനം വരുത്തേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല സ്ട്രഗിളിങ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നല്ല പറയുന്നത്. ഓരോരുത്തരും ജനിച്ച സമയം അനുസരിച്ച് ചിലർക്ക് വ്യത്യാസം വരും. സാമാന്യം പൊതുവായിട്ട് പറയുകയാണ്, കുറേ സ്ട്രഗിളിങ്, അലച്ചിൽ, സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ എല്ലാം ആ കുടുംബത്തിനെ ഉണ്ടാകാം. കുറച്ച് സ്ട്രഗിളിങ് കൂടുതലായിട്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ജനിച്ച സമയം വെച്ച് വ്യത്യാസം വരും കേട്ടോ, സാമാന്യമായിട്ട് പറയണം. അതിനെന്തു ചെയ്യാം? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇനിയും പറയാൻ പോകുന്നത്. ആ കാര്യമാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. സാമ്പത്തിക ഉയർച്ചയ്ക്കും കടം മാറാനും ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം, അത് അവസാനം പറഞ്ഞുതരാം. ആ കാര്യം അതിനും സാമ്പത്തിക ഉയർച്ചയ്ക്കും കടം മാറാനും, പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യും. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ തന്നെയല്ല, എല്ലാവർക്കും ചെയ്യാം. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും കടം മാറാനും എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടാത്തവർ, ആ കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെടും. അതിനും ചെയ്യാം. പിന്നെ ഈ നക്ഷത്രങ്ങളുള്ളവർക്കും ചെയ്യാം, ഈ നക്ഷത്രങ്ങളില്ലാത്തവർക്കും ചെയ്യാം, എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാം. അവസാനത്തെ ഒരു പിടിവള്ളിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. നമ്മളെ പണ്ട് ഈ തച്ചോളിയോധനം പോയി 19ാമത്തെ അടവ് പഠിച്ച പോലെ ഒരു 19ാമത്തെ അടവ് തന്നെയാണ് കൂട്ടിക്കൂ. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത്. നിങ്ങൾ എവിടെ താമസിച്ചാലും, മലപ്പുറം താമസിച്ചാലും കൊള്ളാം, ബാംഗ്ലൂർ താമസിച്ചാലും കൊള്ളാം, എവിടെ താമസിച്ചാലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരണം. അതായത് ആലപ്പുഴ, അമ്പലപ്പുഴ. ആലപ്പുഴ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ഏരിയ, ചിലപ്പം ചിലർക്ക് ദൂരെയുള്ളവർക്ക് അറിയത്തില്ല എവിടെ അമ്പലപ്പുഴയാണ്. ആലപ്പുഴ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരണം. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളൊരു വ്യാഴാഴ്ച ദിവസം കുളിച്ച് ഈറനോടെ വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട് തിരിഞ്ഞു നിന്നുകൊണ്ട്, ഇദ്ദേഹം തന്നെയാണ്, ഇദ്ദേഹം നമ്മുടെ ഇവിടെ കൂടെ ഉള്ളത് തന്നെയാണ്, ഉണ്ണിക്കണ്ണൻ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് ഒരുപാട് അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ. അത് എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ആ ഭഗവാന്റെ ഈ ഒരു ഇതുണ്ട്. ഇത് കാണുമ്പോൾ തോന്നുന്നത് തന്നെ ഇങ്ങനെ ഈ ചെറിയൊരു ഇതായിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇതൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ ആ ഭഗവാന്റെ ഒരു അപാരമായ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ വർഷങ്ങളായിട്ട് ഇത് ഞാനൊരു നിധി പോലെ സൂക്ഷിക്കുന്നത്. ഇത് ഉണ്ണിക്കണ്ണൻ തന്നെയാണ് അമ്പലപ്പുഴ. അപ്പോൾ എനിക്കത് ചില കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. ചിലരുടെ തലവര അതുകൊണ്ട് മാറിയിട്ടുണ്ട്, മാറ്റാൻ പറ്റും. അങ്ങനെ ചില കാര്യങ്ങൾ പറയാൻ ഈശ്വര നിയോഗത്താൽ എനിക്ക് ചിലപ്പോൾ സാധിക്കാറുണ്ട്. അതൊരു ഈശ്വരൻ്റെ മഹത്വമാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു കുടം വെണ്ണ എന്ന് പറഞ്ഞാൽ അവിടെ അമ്പലത്തിൽ കിട്ടും, 150 രൂപയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ചിലപ്പം ഞാൻ പോയി ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കുടം വെണ്ണ നേരുക. ഭഗവാനെ, നിങ്ങളുടെ ഏത് കാര്യത്തിനും നേരാം. നിങ്ങളുടെ കുടുംബം ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുക, അല്ലെ എല്ലാവർക്കും പ്രശ്നമാണ്, കലഹമാണ്, വഴക്കാണ്, നിങ്ങളെ ശത്രുതയെല്ലാവരും, അല്ലെ ആർക്കും ഉയർച്ചയില്ല, ജോലിയില്ല, ഏത് കാര്യത്തിനും നേരാം. ഭഗവാനെ, ഇനി ഈ പറഞ്ഞ 2 പൂരമുണ്ട്, അല്ല 2 വിശാഖമുണ്ട്, വിശാഖവും ചതയവും ഉണ്ട്, ഈ കാർത്തിക മൂലം പൂരം രേവതി ഉണ്ട്, അല്ലെ മൂലം പൂരം ഉണ്ട്. ഇതൊക്കെ വീടുകളിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്കും നേരാം. ഒരു കാര്യം പറഞ്ഞു നേരണം. നിങ്ങൾക്കിപ്പം കൂടുതൽ രക്ഷപ്പെടാൻ സാമ്പത്തികമാണെങ്കിൽ അത് പറയുക, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് പറയുക, വ്യക്തമായിട്ട് പറയുക. ഞാൻ ഇന്ന കാര്യം, ഞങ്ങൾക്കൊരു വഴി അല്ലെ എന്തുമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലർക്ക് തൊഴിലായിരിക്കും, ചിലർക്ക് സാമ്പത്തികമായിരിക്കും. അത് വ്യക്തമായിട്ട് ഒരു കാര്യം പറയുക. നിങ്ങൾ പറയുന്നത് ക്ലിയറായിട്ട് പറയണം. ഭഗവാനോട് മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി, അത് നടത്തി തരണം. നടന്നു കഴിഞ്ഞാൽ വന്ന് ഒരു വ്യാഴാഴ്ച ദിവസം, നേരുന്ന വ്യാഴാഴ്ച ആയിരിക്കണം, നടന്നു കഴിയുമ്പോൾ ഒരു വ്യാഴാഴ്ച അവിടെ വന്ന് ഭഗവാൻ ഇത് ഒരു കുടം വെണ്ണ സമർപ്പിച്ചേക്കാന്നൊക്കെ പറയുക. ഇത് പെട്ടെന്ന് തല തോർത്തുക, കുളിമുറി നിറങ്ങുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ഭഗവാനോടും വിശ്വാസത്തോടു കൂടിയാണിത് പറയുന്നതെങ്കിൽ സാക്ഷാൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കും നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. തകർന്ന് തരിപ്പണമായ വീട്
കുടുംബങ്ങൾ എൻ്റെ മുന്നിൽ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. തൊഴിലിൽ നശിച്ചവർ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്ത് അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ എന്തും സാധിക്കും. അത്ഭുത ശക്തിയാണ്. അതിൻ്റെ പുറകെ ചില കാര്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ, ചില രഹസ്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങൾ മലപ്പുറത്തുള്ളവരും ആണെങ്കിലും കൊള്ളാം, ബാംഗ്ലൂരാണെങ്കിലും കൊള്ളാം, നിങ്ങൾ ഡൽഹിയിലാണുള്ളവരും കൊള്ളാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേർന്നിട്ട് നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞ് പോയാൽ മതിയെന്നേ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ പോയാൽ മതി. പക്ഷേ വിശ്വാസത്തോടെ ഭഗവാന് മനസ്സ് ചെല്ലണം. നേർന്നു കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കരുത്. അത് ചിന്തിച്ചാൽ സംശയമായി. സംശയം ഉണ്ടെങ്കിൽ ബലം കിട്ടും. ഭഗവാനെ വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എപ്പോഴും ചിന്തിക്കുന്നതല്ല, ചിന്തിക്കാതിരിക്കുന്ന വിശ്വാസം. ഒരു കാര്യം നേർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന വിശ്വാസം. നടക്കുമോ എന്ന് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ അത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നേരുക, പിന്നെ മറക്കുക. ഭഗവാനെ നിങ്ങൾ വിശ്വസിച്ചാൽ എന്ത് സാധിച്ചു വരും. ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ, ഒരുപാട് അനുഭവം. പഠിച്ച പണി 18 നോക്കിയിട്ട് രക്ഷപ്പെടാത്തവരും ഈ ഭഗവാന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് പോവുക, അവിടെ ഭഗവാനെ ഒന്ന് തൊഴുക. അവിടെ ഉണ്ണിക്കണ്ണൻ്റെ നടയുണ്ട്, ഗുരുവായൂരപ്പ് 2 നടയിലും തൊഴുക. അവിടെ ചിലർ ഇരിക്കുക. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അവർക്കറിയാം. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അവിടെ പോകുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന പലരും അവിടെ പോകുന്നവരുണ്ട്. അവർക്ക് പോലും പലർക്കും ഭഗവാന്റെ ഈ ഇത്ര വലിയ ഒരു ഞാനിപ്പോൾ ഒരു ശിവയോഗിയാണ്. അപ്പോൾ എനിക്ക് ഭഗവാൻ ഒരിക്കൽ സ്വപ്നദർശനം നൽകിയതാണ്. ഒരു 3 മണിക്ക് രാത്രി ഉറക്കമല്ല, നമ്മൾ ധ്യാനം കഴിഞ്ഞ് കിടന്നപ്പോൾ. അപ്പോൾ എനിക്കറിയാം ഭഗവാന്റെ ശക്തി. കാരണം ഞാൻ ഭഗവാനെ വിളിക്കുന്നത് ആ ഒരു ശിവനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിലും ഞാൻ ഉണ്ണിക്കണ്ണനെ വിളിക്കാറുണ്ട്. അപ്പം എനിക്കറിയാം ഭഗവാന്റെ ചില കാര്യങ്ങൾ. അതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. അവിടെ വരുന്നവർക്ക് പോലും അതറിയാം. നിത്യം വരുന്നവർക്ക് പോലും ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഭഗവാന്റെ ഈ വൈഭവം അറിയുന്നവരും ഉണ്ടാകും. തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ അടിപ്രദക്ഷിണം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ ഈ പാദം വെച്ച് ഇങ്ങനെ അടി വെച്ച് തമിഴ്നാട്ടിൽ നിന്ന് ആൾ വന്ന് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ളവർക്ക് അത് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഭഗവാന് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവിടെ ഒരു മണ്ഡപമുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഉള്ള, അവിടെ ഇരുന്ന് ഇങ്ങനെ ഭഗവാനെ ധ്യാനിക്കും. അത് ഭയങ്കര ഒരു അനുഭവമാണ്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ എന്നെ കണ്ട ആർക്കും അറിയത്തില്ല. ഞാൻ ഷർട്ടും പാൻറ്റും എപ്പോഴും ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അറിയാവുന്നവർ പോലും ആണെങ്കിലും പെട്ടെന്ന് മനസ്സിലാകത്തുമില്ല. ഞാൻ ഭഗവാനെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കും. അവിടെ നമ്മുടെ വീഡിയോ ഒരുപാട് കാണുന്നവരൊക്കെ ആ പരിസരത്തുണ്ട്. പക്ഷെ നമ്മൾ സുഖമായിട്ടിരുന്ന് ധ്യാനിക്കും. ഞാനിഞ്ഞ് പോരും. ഞാൻ പോകുന്നതും വരുന്നതൊന്നും മിക്കവാറും ആരും അറിയാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്നു, ധ്യാനിക്കുന്നു, പോകുന്നു. പിന്നെ ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഏതായാലും ഒരു അനുഭവം കേട്ടോ. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. നന്മ എന്നുള്ളത് ഈശ്വരനാണ്. അത് നന്മ മാത്രമാണ്. അത് നല്ല വഴിക്ക് ജീവിതത്തിൽ പോയാൽ എല്ലാ നന്മകളും ഉണ്ടാവും. നല്ല ആളുകളെ, നല്ല ചിന്തകളെ, നല്ല കാര്യങ്ങളെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക, ഫോളോ ചെയ്യുക. എന്നും നന്മകൾ മാത്രം ഉണ്ടാകും. നല്ല കാര്യങ്ങൾ എല്ലാവർക്കും നമുക്കറിയാവുന്ന. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം അനുഭവമായെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരാൾ നശിച്ചു കിടക്കുകയാണ്, അയക്കൂടെ പറഞ്ഞു കൊടുക്കുക. കേൾക്കുന്നവരാണെങ്കിൽ അവരും രക്ഷപ്പെടട്ടെന്നേ. അതാണ് നമ്മുടെ മനസ്സ്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഈശ്വരൻ വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പലരെയും ഹെൽപ്പും ചെയ്യും. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.